നീറ്റ് ക്രമക്കേടിലെ പരാതിക്ക് പിന്നാലെ NIFT പ്രവേശന പരീക്ഷാ ഫലത്തിലും ക്രമക്കേടുണ്ട് എന്ന് പരാതി. ഹാജർ രേഖകളിലും സ്കോർ കാർഡിലും പൊരുത്തക്കേടുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പരീക്ഷ എഴുതിയവർക്ക് ആബ്സെന്റ് മാർക്ക് ചെയ്തു എന്നാണ് പരാതി. എന്നാൽ ക്രമക്കേട് ആരോപണം NTA പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. പരാതി നൽകിയ 15 വിദ്യാർത്ഥികളുടെയും പ്രശ്നം പരിഹരിച്ചു എന്നാണ് NTA പറയുന്നത്. ശരത്ലാൽ ചേരുന്നു. ശരത്ലാൽ, NTA വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അങ്ങേയറ്റം വലിയ കെടുകാര്യസ്ഥത നീറ്റ് പരീക്ഷയുടെ ആ കാര്യത്തിൽ അവർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ 15 വിദ്യാർത്ഥികൾ പറയുന്ന പരാതിയെ മുഖവിലേക്ക് എടുക്കേണ്ടതായിട്ട് വരുമല്ലോ. എന്താണ് ഉണ്ടായത്? എന്താണ് അതിനകത്ത് NTAയുടെ വിശദീകരണം ഇപ്പോൾ? സനീഷെ, ഇന്ത്യ വീണ്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വീണ്ടും പ്രതിക്കൂട്ടിലാവുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് വ്യാപകമായി തെരഞ്ഞെടുത്ത ക്രമക്കേടില്ല എന്നാണ് NDA വിശദീകരിക്കുന്നതെങ്കിലും ഈ പരാതിപ്പെട്ട 15 പേരുടെ പരാതി തന്നെയാണ്. അതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, അതനുസരിച്ച് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് NDA തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ പരീക്ഷയിൽ കൂടുതൽ പേർ പരാതിയുമായി വന്നാൽ അത് സംബന്ധിച്ച പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ NDA പറയുന്നത്. ഏതായാലും NDA സംബന്ധിച്ചുള്ള വീണ്ടും ഒരു കളങ്കം ഈ പരീക്ഷാ നടത്തിപ്പിൽ NDAക്ക് മേൽ വന്നു പതിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ പോലും ആബ്സെന്റ്, അതായത് ഹാജരായിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് ഹാജരാകാത്ത വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം ലഭിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള പരാതികളുമാണ് NDAക്കെതിരെ നിഫ്റ്റ് പരീക്ഷയുടെ കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. ഈ പരാതിയിൽ സത്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ പരാതി 15 പേർക്കുള്ള ഒരു പരാതിയാണെങ്കിൽ പോലും അത് പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ NDA പറയുന്നത്. ഏതായാലും കൂടുതൽ വിദ്യാർത്ഥികൾ ഈ പരാതിയുമായി രംഗത്ത് വരുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. സനീഷ്, ശരി, അതാണ് കാര്യം. ഇനിയും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ പ്രശ്നം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. 15 വിദ്യാർത്ഥികളാണ് പരാതിയുമായിട്ട് വന്നത്. അവരുടെ പ്രശ്നം പരിഹരിച്ചു എന്നാണ് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത്. ഇപ്പോൾ